നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശ്വേത മേനോൻ. അനശ്വരം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ശ്വേത പിന്നീട് മുംബൈ ഫാഷൻ ലോകത്തും ബോളിവുഡ് സിനിമകളിലും ശ്രദ്ധ നൽകി. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് ശ്വേത മലയാളത്തിലേക്ക് കടന്നു വരുന്നത്. ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ശ്വേതയെ തേടിവന്നു. പാലേരി മാണിക്യം, അതുപോലെ സോൾട്ട് ആൻഡ് പെപ്പർ, ഒഴിമുറി, ഇത്രമാത്രം, രതി നിർവേദം തുടങ്ങിയ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷം ശ്വേതയ്ക്ക് ലഭിച്ചു. കുടുംബജീവിതത്തിനും നടി ശ്രദ്ധ നൽകുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ സജീവമായ ശ്വേത സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നൽകാറുമുണ്ട്. ഇപ്പോഴിതാ താരത്തിന്റെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സിനിമാ മേഖലയിലുണ്ടായ ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ശ്വേത തുറന്നു പറഞ്ഞത്. മഞ്ജു വാര്യർ, ഭാവന, അതുപോലെ ഗീതു മോഹൻദാസ്, പൂർണിമ, സംയുക്ത വർമ്മ എന്നിവരുമായുള്ള സൗഹൃദം നഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നായിരുന്നു ശ്വേതയോടുള്ള ചോദ്യം. ഇതിന് മറുപടിയായി തങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ മാറി എന്നായിരുന്നു ശ്വേത നൽകിയ മറുപടി. എനിക്ക് നേരെ വാ നേരെ പോ മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് വാക്കുകൾ കടിച്ചു പിടിച്ച് സംസാരിക്കാൻ അറിയില്ല. പറയാനുള്ളത് നേരിട്ട് പറയും. ഞാൻ ഒരൊറ്റ മോളാണ്. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. ഇവരല്ല ഇനി ആരെന്നോട് കള്ളത്തരം പറഞ്ഞാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആരുടെ ജീവിതത്തിലും വന്ന് കള്ളത്തരം പറയാറില്ല. ഇനി വന്നാലും ഞാൻ സ്ട്രെയിറ്റ് ആയിരിക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്തോ ഒരു ചേർച്ച ഇല്ലാതായി കള്ളത്തരം പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഞാൻ ബോംബെക്കാരത്തിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ എല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ബോളിവുഡിൽ നിന്നും വന്ന എനിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് എന്ന് എനിക്ക് തോന്നിയെന്നും ശ്വേത പറഞ്ഞു. ദിലീപ് മഞ്ജു വാര്യർ വിഷയം ഒരു കാരണമാണോ എന്ന ചോദ്യത്തിന് അത് മാത്രമല്ല എന്നുള്ള മറുപടിയാണ് ശ്വേത നൽകിയത്. അതൊന്നുമല്ല, ഇതിപ്പോൾ വേറൊരു രീതിയിലാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഫൈറ്റോ യുദ്ധമോ ഒന്നും നടന്നില്ല. ഇറ്റ്സ് ഫൈൻ, ഓക്കെ, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ശ്വേത ഇല്ലെന്നേ ഉള്ളൂ. അത് കാരണം ആരുടെയും ജീവിതമൊന്നും സ്റ്റോപ്പായിട്ടില്ലെന്നും ശ്വേത വ്യക്തമാക്കുകയാണ്. ശ്രീവത്സൻ മേനോൻ എന്നാണ് ശ്വേതയുടെ ഭർത്താവിന്റെ പേര്. നടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത്. ബോളിവുഡ് നടൻ ബേബി ഫോൺസ്ലയാണ് ശ്വേത ആദ്യം വിവാഹം ചെയ്തത്. 2004 വിവാഹിതരായ ഇരുവരും 2007 വേർപിരിഞ്ഞു. ഇതേക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു. ആദ്യ വിവാഹം തെറ്റായ ഒരു തീരുമാനമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിളിച്ചാൽ താൻ സംസാരിക്കാറുണ്ടെന്നുമൊക്കെ ശ്വേത പറഞ്ഞിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.